ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ദേവികുളം നിയോജക മണ്ഡലം ഇടതുപക്ഷം നിലനിർത്തുമെന്ന് LDF സ്ഥാനാർത്ഥി എ രാജ. മണ്ഡലത്തിലെ മുന്നണി സ്ഥാനാർത്ഥികളായ എ രാജ, എഫ് രാജ എന്നിവരുടെ പേരുകളിലെ സാമ്യം ഒരു തരത്തിലും തന്നെ ബാധിക്കില്ലെന്നും എസ് രാജേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ജനങ്ങൾ തള്ളുമെന്നും എ രാജ ചിന്നക്കനാലിൽ ഇടുക്കി വിഷൻ പ്രതിനിധിയോട് പറഞ്ഞു. ഞാനിപ്പോൾ ഉള്ളത് ദേവികുളം നിയോജക മണ്ഡലത്തിലാണ്, ചിന്നക്കനാലിലാണ്. ഇവിടെ LDF സ്ഥാനാർത്ഥി, ദേവികുളത്തെ LDF സ്ഥാനാർത്ഥി എ രാജയുടെ മൂന്നാം ഘട്ട പ്രചരണ പരിപാടിയുമായി അദ്ദേഹം എത്തിയിരിക്കുകയാണ്. നല്ല ചൂടാണ്, അതിൻ്റെ ഇടയിലാണ് പ്രചരണ ചൂട്. എങ്ങനെയുണ്ട്? ചൂടിന്റെ ഇടയ്ക്കും ഒരു ആശ്വാസമാണ് ഇവിടെ എത്തിച്ചേർന്നപ്പോൾ ഈ തണുപ്പ്. തീർച്ചയായിട്ടും ഈ മണ്ഡലം വീണ്ടും ഇടതുപക്ഷം വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. ഞങ്ങൾക്ക് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വന്നപ്പോൾ ഒരു കൗതുകം ഉണ്ടായ സാധനമാണ്. കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ്. രണ്ട് രാജാമാരാണ് മത്സരിക്കുന്നത്, എ രാജ, എഫ് രാജ. അത് ഏതെങ്കിലും തരത്തിൽ നമ്മളെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നില്ല? ഒരു രീതിയിലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് ജനങ്ങളെ അറിയാം, ജനങ്ങൾക്ക് എന്നെ അറിയാം. അതുകൊണ്ട് ഈ മണ്ഡലത്തിൽ നിന്ന് എ രാജ തന്നെ വിജയിക്കും. ഈ എസ് രാജേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ഏതെങ്കിലും തരത്തിൽ നമുക്ക് ബാധിക്കുമെന്ന് വരുന്നുണ്ടോ? അദ്ദേഹം മറ്റൊരു പ്രസ്ഥാനത്തിൽ ഇപ്പോ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട്. 3 തവണ ഇവിടെ നിന്ന് അദ്ദേഹം MLA ആയതും അതിനു മുമ്പ് ജില്ലാ പഞ്ചായത്തിലെ മെമ്പർ ആയതും ഈ തോട്ടം തൊഴിലാളികളുടെ ഇടതുപക്ഷത്തിന്റെ ആളുകളുടെ വോട്ട് വാങ്ങിച്ചുകൊണ്ടാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. ഇടതുപക്ഷത്തിന്റെ വോട്ട് ഇടതുപക്ഷത്തിന് തന്നെ ലഭിക്കും. അദ്ദേഹത്തിന്റെ സ്വയലാഭത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് ചാടിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു രീതിയിലും അത് ബാധിക്കാൻ പോകുന്നില്ല. അവസാനമായിട്ട് എന്താണെങ്കിലും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അല്ലെ? തീർച്ചയായിട്ടും ഈ മണ്ഡലം ഇടതുപക്ഷത്തിന്റെ മണ്ഡലം അല്ലേ, ഞങ്ങളെല്ലാം അങ്ങ് ഒരുങ്ങി കഴിഞ്ഞു. തീർച്ചയായിട്ടും വിജയിക്കും. അതെ, അങ്ങനെ തന്നെയാണ്. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ദേവികുളം നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി എ രാജയുള്ളത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ചിന്നക്കനാലിൽ നിന്നും അനീഷ് PA, ഇടുക്കി വിഷൻ.